ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഊപ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് പറയും. അതിൻ്റെ കൂടെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും പ്രോഗ്രാംസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1-ലെ സിലബസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ ഓഫ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. അവിടുന്ന് ഇവിടെ വരുന്ന ജാവ കമ്പൈലറും അതുപോലെ തന്നെ ജാവ വിർച്വൽ മെഷീനും ഉണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ജാവ കമ്പൈലർ അല്ലെങ്കിൽ ജാവ വിർച്വൽ മെഷീൻ, JVM എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം. അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സ് ഉണ്ട്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും ഉണ്ട്, റാപ്പർ ടൈപ്സും ഉണ്ട്. അപ്പോൾ അത് എന്താണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് ടൈപ്സ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ റാപ്പർ എന്താണെന്നുള്ളതും ചോദിക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ ഓപ്പറേറ്റേഴ്സിൽ നിന്ന് നമുക്ക് പ്രോഗ്രാം തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് കുറേ ടൈപ്സ് ഉണ്ട്. ഒരു 6 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ടും പറയുമ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്നതൊക്കെ ഒന്ന് നമ്മൾ പഠിച്ചിരിക്കുക. അതെല്ലാം തന്നെ മോസ്റ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, റിട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ചോദിക്കുക, ഇത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുമ്പോൾ അവിടെ ഇൻ്റർഫേസും അബ്സ്ട്രാക്റ്റ് ക്ലാസ്സും വരുന്നുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് വേണമെങ്കിൽ ചോദിക്കുക. അതുപോലെ ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്, അത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ്, കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഊപ്സിൻ്റെ കൺസെപ്റ്റ് ചോദിക്കാം. തിയറി ആയിട്ട് ചോദിക്കണമെങ്കിൽ അവർക്ക് ഊപ്സിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ അങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റും വരുന്നുണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് എന്താണെന്നും, അതുപോലെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ്, അതുപോലെ കൺസ്ട്രക്റ്റേഴ്സ് വെച്ചിട്ടുള്ള ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ട്. ഡിഫോൾട്ടും പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും അത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രോഗ്രാംസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആക്സസ് മോഡിഫയേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസിൽ വരാം. പിന്നെ ദിസ് കീവേഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ വേണമെങ്കിൽ അവർക്ക് ഇച്ചിരൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടല്ല, ഇച്ചിരൂടെ ഔട്ട് ഓഫ് എന്താ പറയുക, ഇച്ചിരൂടെ നോർമലി ചോദിക്കേണ്ടാത്ത ബേസിക് ചോദിക്കണമെങ്കിൽ ഈ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അതിൻ്റെ ടൈപ്പ് ഓഫ് പ്രോഗ്രാം, ജാവ പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്ന ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള തിയറി പോർഷൻസും മെയിനായിട്ടും പ്രോഗ്രാം പോർഷൻസും കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതിൽ നിന്ന് ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്, അതുപോലെ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും, ഇപ്പോൾ 2019 സ്കീമാണെങ്കിലും ഇപ്പോഴത്തെ സ്കീമാണെങ്കിലും നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ആണെങ്കിലും അത് മെയിനായിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നത് ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അതുപോലെ പിന്നെ ദിസ് കീവേഡ്, പിന്നെ ഊപ്സിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൺസ്ട്രക്റ്റേഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചോദിക്കാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്: യു കമ്പൈൽ മൈ ആപ്പ് ഡോട്ട് ജാവ. ഓക്കെ, അപ്പോൾ മൈ ആപ്പ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കമ്പൈൽ ചെയ്തു ഓൺ വിൻഡോസ് ഇൻറ്റു മൈ ആപ്പ് ഡോട്ട് ക്ലാസ്. ദെൻ കോപ്പി ദ സെയിം മൈ ആപ്പ് ഡോട്ട് ക്ലാസ് ഫയൽ both Linux machine and Mac OS system. Without recompiling, you run Java MyApp on each machine and it execute successfully. What is the name of the compiled file format that make this possible? Okay, question മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുവാണ്. അതായത് മൈ ആപ്പ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കറിയാം നമ്മൾ ജാവാസി കമ്പൈലർ വെച്ചാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്. അപ്പോൾ ജാവാസി സ്പേസ് മൈ അവിടെ പറഞ്ഞിരിക്കുന്ന ആപ്പ് ഡോട്ട് ജാവയാണ്. ആ
നമ്മളങ്ങനെ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ എറേഴ്സ് ഒന്നുമില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ഫയലാണ് ക്ലാസ് ഫയൽ. അതായത് മൈ ആപ്പ് ഡോട്ട് ക്ലാസ് എന്നുള്ള ആ ക്ലാസ് ഫയൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ക്ലാസ് ഫയല് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ടു. ഓക്കെ, ലിനക്സിൻ്റെ മെഷീൻ അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ടു, അത് മാക് ഓഎസിലും കൊണ്ടുപോയിട്ടു. ഓക്കെ, നമ്മളതിനെ റീകമ്പൈൽ ചെയ്യാതെ ആ സെയിം ഫയൽ എടുത്ത് ലിനക്സിലും കൊണ്ടുപോയിട്ടു, അതുപോലെ തന്നെ മാക്കിലും കൊണ്ടുപോയിട്ടു. അങ്ങനെ കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അത് അപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ ആ ഫയലിന് കമ്പൈൽഡ് ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം നമ്മൾ ജാവ സി കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫയൽ മൈ ക്ലാസ് ഡോട്ട് ഫയലാണ്, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ആ പ്രോഗ്രാം നെയിം ഡോട്ട് ക്ലാസ് ഫയലാണ്. അതായത് സോഴ്സ് ഫയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ട് ജാവ ഫയലായിരിക്കും. അതിന് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഡോട്ട് ക്ലാസ് ഫയൽ കിട്ടും. ആ ഡോട്ട് ക്ലാസ് ഫയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈറ്റ് കോഡാണ്. ഓക്കെ, അതായത് നമ്മുടെ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് ഡോട്ട് ക്ലാസ് ഫയലാക്കുന്ന ആ നെയിം ആ ഫയലിന് ആ കറസ്പോണ്ടിങ് ഫോർമാറ്റാണ് ബൈറ്റ് കോഡ്. അപ്പോൾ ജാവ ബൈറ്റ് കോഡ് എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ സോഴ്സ് ഫയലിനെ കമ്പൈൽ ചെയ്ത് ജാവാസി കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോട്ട് ക്ലാസ് ഫയലിനെ നമ്മൾ എന്ന് പറയും ബൈറ്റ് കോഡ് എന്ന് പറയും. ആ ഫയലിനകത്ത് ബൈറ്റ് കോഡാണ് ഉണ്ടാവുക. ആ ബൈറ്റ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഒ എസ് കൊണ്ടുപോയി ഇട്ടാലും ആ നമ്മുടെ ഡോട്ട് ക്ലാസ് ഫയൽ അതായത് ബൈറ്റ് കോഡിനെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ഒ എസിനെ ബേസ് ചെയ്യാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് ദിസ് ബൈറ്റ് കോഡ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ that can executed by Java virtual machine regardless of underlying operating system, whether it is Windows, Linux or Macs. ഏതാണെന്ന് നോക്കില്ല, ഏത് ഒ എസിലാണെങ്കിലും എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആയിക്കോളും. ഓക്കെ, നമ്മൾ അതിനകത്ത് ആ ഡോട്ട് ക്ലാസ് ഫയൽ ഒരു ചേഞ്ചും വരുത്താതെ ഏത് ഒ എസിൽ കൊണ്ടുപോയിട്ടാലും അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ഡോട്ട് ക്ലാസ് ഫയൽ നമ്മുടെ ഡോട്ട് ജാവ ഫയലിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് നമ്മൾ ഏത് ഒ എസിൽ കൊണ്ടുപോയിട്ടാലും റൺ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പൈൽ ചെയ്ത് വെച്ചേക്കുന്നത് ബൈറ്റ് കോഡാണ്. ആ ബൈറ്റ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കളെ? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ആ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഏത് ഒ എസിലും ഒരു ചേഞ്ചും വരുത്താണ്ട് എന്ത് ചെയ്യും, റൺ ചെയ്യും. അതാണ് ജാവയുടെ ആ ബൈറ്റ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു റീസൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എ ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ഫോളോയിങ് കോഡ് സെഗ്മെൻറ്റ് ഇൻ ജാവ? ഈ ഒരു കോഡ് സെഗ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ കോഡ് സെഗ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ലൈൻ ഓഫ് കോഡാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കിയാൽ നമുക്കറിയാം ഇതെന്താണ്, നമ്മുടെ ഓപ്പറേറ്റേഴ്സാണ്. അതായത് നമ്മളിവിടെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻഡ് എ, ഒരു ഇൻറ്റിജർ എ എന്ന് പറഞ്ഞൊരു വാല്യൂ -1 എന്ന് പറഞ്ഞ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുവാണ്, റൈറ്റിലോട്ട് 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ, റൈറ്റ് ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. അത് നമുക്ക് തിയറി ആയിട്ട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ലൈൻ ഓഫ് കോഡ് വന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ജാവയ്ക്കകത്ത് നമ്മുടെ ഇൻറ്റിജർ വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 32 ബിറ്റ് സൈൻഡ് വെച്ചിട്ടാണ്. ഇൻ ജാവ integers are represented using 32 bit signed 2's complement ഫോർമാറ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് -1 എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 1ൻ്റെ 32 ബിറ്റ് ഫോർമാറ്റ് എടുക്കുക. നമുക്കറിയാം 1നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നോർമലി 1 എന്ന് പറയുമ്പോൾ ഒറ്റ ബിറ്റ് ഒരു ഇതേ ഉള്ളൂ, ഒരു 1 മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 000 ആണ് വരുന്നത്. ബാക്കി ഉള്ള ബിറ്റ് 32 ബിറ്റ് നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ 0 കൊടുത്തിട്ടാണ് നമ്മൾ ആക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കണം 1 ആണ്. അതുകൊണ്ട് നമ്മൾ ബൈനറി വാല്യൂ കാണാൻ അറിഞ്ഞിരിക്കണം. ബൈനറി വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്നിനെ ഡിവിഷൻ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ
2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8421 വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1ന് താഴെ മാത്രം 1 കൊടുക്കുന്നു, ബാക്കിയെല്ലാം 0. അപ്പോൾ ഇതിന് 32 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ബാക്കി എല്ലാ ബിറ്റും എന്താക്കുന്നു, 0 ആക്കുന്നു. അപ്പോൾ ആദ്യത്തെ 8 ബിറ്റ് ഇതാണ്. ഇവിടെ എന്ത് വന്നു, 1 എന്നുള്ള വാല്യൂ വന്നു, ബാക്കിയെല്ലാം 0, ബാക്കിയെല്ലാം 0, ബാക്കിയെല്ലാം 0. അങ്ങനെ 8 ബിറ്റ് ടോട്ടൽ 32 ബിറ്റ് നമ്മൾ എന്താക്കി ആക്കി 1നെ. അപ്പോൾ ആദ്യം നമ്മൾ -1 ആയതുകൊണ്ട് നമ്മൾ ആദ്യം 1ൻ്റെ എടുത്തു. ഇനി അതിനെ -1ൻ്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2's കോംപ്ലിമെൻറ്റ് എടുക്കണം. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യം 1's കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് 1 അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1's കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, നമ്മുടെ ഈ സീറോസിനെല്ലാം 1 ആക്കണം. അതായത് 0 ഉള്ളിടത്തെല്ലാം 1 വരും, 1 ഉള്ളിടത്തെല്ലാം 0 വരും. അതാണ് 1's കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം 1's കോംപ്ലിമെൻറ്റ് എടുക്കുവാണ്. അതായത് നമ്മൾ ബിറ്റിനെ ഇൻവേർട്ട് ചെയ്യും. ഇൻവേർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോസിനെ 1 ആക്കും, 1നെ നമ്മൾ 0 ആക്കും. അവിടെ നമുക്ക് 1 ഉള്ളതെല്ലാം എന്തായി, 0 ഉള്ളതെല്ലാം നമ്മൾ 1 ആക്കി എഴുതി. ഇവിടെ എല്ലാം 0 ആണ്, 1 ആക്കി. ഇവിടെ എല്ലാം 0 ആണ്, 1 ആക്കി. ഇവിടെ മാത്രം എന്താണ്, 7 0യും ബാക്കിയുള്ളത് 1ഉം ആണ്. ഒരെണ്ണം മാത്രം 1 ആണ്. അപ്പോൾ 7 0 എന്നുള്ളത് നമ്മൾ ഇൻവേർട്ട് ചെയ്ത് 1 ആക്കി. ബാക്കി ആ 1ൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ 0 ആണ്. അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമേ 1 വരുള്ളൂ, ഈ ലാസ്റ്റ് ബിറ്റിൽ മാത്രമേ 1 വരുള്ളൂ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എല്ലാം 1 കിട്ടും. ഓക്കെ, നമുക്ക് എല്ലാം 1 കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ -1ൻ്റെ കറസ്പോണ്ടിങ് -1ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളതിനെ 32 ബിറ്റ് സൈൻഡ് 2's കോംപ്ലിമെൻറ്റ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ റൈറ്റിലോട്ട് 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, റൈറ്റിലോട്ട് 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം. എന്തായിരിക്കും സാധാരണ നമ്മൾ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇപ്പം ഞാൻ ഒരു 4 ബിറ്റ് വെച്ച് പറഞ്ഞിട്ട് തരാം റൈറ്റിലോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 4 ബിറ്റാന്ന് വെച്ചോ, ഇതാണ് +1 ആണെന്ന് വെച്ചോ. +1 നമ്മൾ റൈറ്റിലോട്ട് 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, റൈറ്റിലോട്ടാണ്, ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 1 ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും ആൻസർ. ഓക്കെ, 1 ഉള്ളിടത്ത് 0 വരും. വീണ്ടും ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0 1 0 0 വരും. പിന്നെ ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0 0 1 0 വരും. വീണ്ടും ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 0 0 1 വരും. ഓക്കെ, അതായത് നമ്മൾ എവിടുന്നാണ് ഇത് ഒന്നാമത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഇവിടെ 1 വന്നു. പിന്നെ ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നോടെ വരും. അതായത് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ സെയിം ആൻസർ തന്നെ കിട്ടി. അപ്പോൾ ഇത് സൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ സൈൻ ഇവിടെ ഒരു 1 എന്നുള്ള സൈൻ ഉണ്ടാവും, നെഗറ്റീവ് ഒരു 1 എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് സൈൻഡ് നമ്പേഴ്സ് ആണ് എങ്കിൽ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഇത് പോസിറ്റീവ് ആണ്, +1 ആയതുകൊണ്ടാണ്. ഓക്കെ, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ ആ സൈനെ -1നെ നമ്മൾ ചുമ്മാ 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1 0 0 1 എന്ന് വരും. ഇത് സൈൻഡ് ബിറ്റാണല്ലോ, ലാസ്റ്റ് ബിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സൈൻഡ് ബിറ്റിനെ നമ്മൾ 1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ സെയിം സാധനം തന്നെ കിട്ടും. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് എന്താ കിട്ടുക, ആൻസർ ഇത് തന്നെയായിരിക്കും. ഷിഫ്റ്റ് ചെയ്താലും കിട്ടുന്നത് സെയിം തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ അതിനെ 32 ബിറ്റ് സൈൻഡ് 2's കോംപ്ലിമെൻറ്റ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതിന് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ 32 ബിറ്റ് 1നെ 32 ബിറ്റ് ആക്കണം. 1നെ 32 ബിറ്റ് ആക്കാനായിട്ട് 1ൻ്റെ ബൈനറി വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. 1ൻ്റെ ബൈനറി വാല്യൂ കണ്ടുപിടിക്കാൻ 8421 വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ 8 ബാക്കിയുള്ള എല്ലാ ബിറ്റും എന്താക്കണം, 32 ബിറ്റിൽ 31 ബിറ്റും 0 ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ -1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കണം. 2's കോംപ്ലിമെൻറ്റ് എടുക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ 1's കോംപ്ലിമെൻറ്റ് എടുക്കണം. 1's കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സീറോസിനെല്ലാം 1 ആക്കണം, 1നെല്ലാം 0 ആക്കണം. അപ്പോൾ ഇവിടെ 0 വന്നതെല്ലാം എന്താക്കി, 1 ആക്കി. ഇവിടെ 0 വന്നതെല്ലാം 1 ആക്കി. ഇത് ഞാനൊന്ന് ചെയ്ത് കാണിക്കണമെങ്കിൽ ചെയ്ത് കാണിക്കാം, ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ 8 ബിറ്റ് വെച്ച് എഴുതുക, 2 4. ഓക്കെ, പിന്നെ അടുത്തത് 8 ബിറ്റ് വെച്ച് എഴുതുക.
പിന്നതും 8 ബിറ്റ് വെച്ച് എഴുതുക. ലാസ്റ്റ് ബിറ്റ് മാത്രം 1 വരും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കണം. വൺസ് കോംപ്ലിമെൻ്റ് എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്? വൺസ് കോംപ്ലിമെൻ്റ് ആദ്യം എടുക്കുന്നത്. വൺസ് കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? സീറോസിനെ എല്ലാം 1 ആക്കുക. അപ്പോൾ 1, ഈ 0നെ 1 ആക്കി, ഈ 0നെ 1 ആക്കി, ഈ 0നെ 1 ആക്കി, ഈ 0നെ 1 ആക്കണം, ഇതിനെ 1 ആക്കണം, ഇതിനെ 1 ആക്കണം, ഇതിനെ 1 ആക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എല്ലാ സീറോസിനെയും 1 ആക്കി. അപ്പോൾ 1 1 1, ഇവിടെ 8 1 വരും. ഇതുപോലെ ഇവിടെ എന്ത് വരും? 1 1 1. ഓക്കെ, അപ്പോൾ ഇവിടെ 8 1 വരും. സെയിം ഇവിടെ ഈ 0ക്ക് 1 വരും, ഈ 0ക്ക് 1, ഈ 0ക്ക് 1 1 1 1 1 1. ഇവിടെ നോക്ക് 1 2, ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ വരും. ലാസ്റ്റ് മാത്രം എന്ത് വരും? 0 വരും. കാരണം ലാസ്റ്റത്തെ മാത്രം എന്താണ്? 1 ആണ്. അപ്പോൾ 1ൻ്റെ കറസ്പോണ്ടിങ് വൺസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ആണ്. അത് വൺസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 0. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുകയോ ചെയ്യുന്നത്. 1 ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബാക്കി ആഡ് ചെയ്യുമ്പോൾ ഇത് മാത്രം എല്ലാം 1 ആയിട്ട് ചേഞ്ച് ആവും. അത് 0 + 1 1 ആണ്. എല്ലാം എന്താവും? 1 ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, എല്ലാം 1 ആയിട്ട് ചേഞ്ച് ആവും. ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ആഡ് 1. ഇത്രേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഇൻവേർട്ട് ദ ബിറ്റ്സ്, എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് 1 ചെയ്യണം. അതായിരിക്കും എൻ്റെ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം 2's കോംപ്ലിമെൻ്റ് ഫോം എടുക്കുക. 32 ഇൻറ്റിജർ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ അതിനെ ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സീറോസിനെ 1 ആക്കുക, 1നെ 0 ആക്കുക, എന്നിട്ട് അതിൻ്റെ 1 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് അബൌട്ട് ബിറ്റ് വൈസ് റിലേഷണൽ ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ വിത്ത് എക്സാമ്പിൾ ആൻഡ് കമ്പറേറ്റ് പ്രസിഡൻസ്. ഓക്കെ, അപ്പോൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്താണ്, അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വിത്ത് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പ്രസിഡൻസ് എന്താണെന്ന് കമ്പയർ ചെയ്യാനോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിറ്റ്, ഓരോ ബിറ്റ് എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ 0 1 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 0 ഒരു ബിറ്റാണ്, അടുത്തതൊരു ബിറ്റാണ്, ഇതൊരു ബിറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒന്നല്ല 0 ഒരു ബിറ്റാവാം, അല്ലെങ്കിൽ 1 ഒരു ബിറ്റാവാം. അപ്പോൾ നമ്മുടെ ഡേറ്റയിൽ ഒരു ഡേറ്റേനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഒരു ബിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നമ്മുടെ ഡേറ്റയുടെ ഏറ്റവും ലോവസ്റ്റ് ഫോമാണ് ബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 0 ആവാം. ഓക്കെ, അപ്പോൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബിറ്റിലും പെർഫോം ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, എക്സോർ ഉണ്ട്, ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് A = 5 B = 1 3 ആണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ആൻഡ് പെർഫോം ചെയ്യുന്നത്? അപ്പോൾ ആൻഡ് പെർഫോം ചെയ്യാൻ നമുക്കറിയാം. ആൻഡിൻ്റെ കേസിൽ രണ്ടും, അതായത് നമ്മൾ കൊടുക്കുന്ന 2 വാല്യൂ 1 വന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? ആൻസർ 1 വരുള്ളൂ. അപ്പോൾ ഇവിടെ ബിറ്റ് വൈസ് ആൻഡ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ആണ്. 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 8421 യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുമോ? എങ്ങനെ? 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. 4ഉം 1ഉം 5 ആണ്. അപ്പോൾ ആ 4ൻ്റെയും 1ൻ്റെയും മടി മാത്രം 1 വരും, ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. അപ്പോൾ 2ൻ്റെയും ഇതിൻ്റെ അടിയിൽ 1 വരിക, ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മളിതിനെ ആൻഡ് പെർഫോം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് 2 ബിറ്റും 1 വരുമ്പോൾ മാത്രമേ ആൻഡ് 1 വരുള്ളൂ. ആൻഡ് കേസിൽ 1 വരുള്ളൂ, ബാക്കി ഏത് കേസിലും 0 ആയിരിക്കും. 1ഉം 1ഉം 1 വരും,
സീറോയും വണ്ണും സീറോ, വണ്ണും സീറോയും സീറോ, സീറോയും സീറോയും സീറോ. അപ്പം നമുക്ക് ഇതെന്താ കിട്ടിയിരിക്കുന്നത്? 1 എന്നുള്ള ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിറ്റിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ഓരോ ബിറ്റ് എടുത്തിട്ട് അത് കണ്ടോ, ഈ ബിറ്റും കൂടെയാണ് നമ്മൾ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തത്. അപ്പം അത് 1ഉം 1ഉം വന്നാൽ മാത്രമേ ആൻഡിൽ 1 വരുള്ളൂ. ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 2ഉം 0 വന്നാൽ മാത്രമേ ഓറിൻ്റെ കേസിൽ എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. അപ്പോൾ ഓറിൻ്റെ സിമ്പിൾ നോക്കിക്കോ, ഇതാണ് ഓറിൻ്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ സെയിം സാധനം എടുത്തിട്ട് ഓർ ഓപ്പറേഷനെ പെർഫോം ചെയ്യണമെങ്കിൽ 1ഉം 1ഉം 1, 0യും 1ഉം 1, 1ഉം 0യും 1, 0യും 0യും 0. അപ്പോൾ 8 4 2 1 യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. 4 + 1 ഉള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 1 അപ്പോൾ 7 നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമുക്കിവിടെ 7 കിട്ടിയേക്കുന്നത്. ഇനി എന്താണ്? എക്സോർ ആണ്. എക്സോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ, ഇൻപുട്ട് ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ, അതായത് 0യും 1ഉം ആണെങ്കിലും 1ഉം 0യും ആണെങ്കിൽ 1 കിട്ടും. സെയിം ആയിരിക്കുമ്പോൾ, അതായത് 0യും വരുവാണ്, 1ഉം 1ഉം വരുവാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഈ സെയിം ഇതിൽ തന്നെ നമുക്ക് നോക്കാം. 1ഉം 1ഉം വന്നപ്പോൾ 0 വന്നു, 0യും 1ഉം വന്നപ്പോൾ 1 വന്നു, 1ഉം 0യും വന്നപ്പോൾ 1 വന്നു, 0യും 0യും വന്നപ്പോൾ 0 വന്നു. അപ്പോൾ ഇതെന്താണ്? 4 + 2 ആണ്. അങ്ങനെയാണ് ഇവിടെ 6 എന്നുള്ള വാല്യൂ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യും. നമ്പറിനെ ഇത് ചെയ്തിട്ട് ചെയ്യണം. നമ്പർ +1 ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിതെല്ലാം പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക, റൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിലോട്ട് ഒരു പ്രാവശ്യം. ഇത് അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റാണ്. ഇത്രയാണ് നമ്മുടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ. നമുക്ക് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതായത് എനെ വാല്യൂ എടുത്തിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ലെഫ്റ്റിലോന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്ങോട്ട് വേണം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അവിടെ സൈൻ നോക്കില്ല, സൈൻ നോക്കാണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അൺസൈൻഡ് ആണെങ്കിൽ ഇതായിരിക്കും സിമ്പിൾ. ഇത് അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ 3 ഇതെണ്ണം വരും, 3 ഗ്രേറ്റർ ആൻ സിമ്പിൾ. റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ 2 എണ്ണം ഉള്ളൂ. ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ടായിരിക്കും, അതായത് ലെസ് ദാൻ സിമ്പിൾ ആയിരിക്കും. ഓർത്തിരിക്കുക. ഓർ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും സിമ്പിൾ, ഒറ്റ വരാം. ആൻഡ് ആണെങ്കിൽ ഇത്, എക്സോർ ആണെങ്കിൽ ഇത്, ബിറ്റ് വൈസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ അത്. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് നോക്കിക്കുക. നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്. റിലേഷണൽ ബിറ്റ് വൈസ് റിലേഷണൽ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അതെല്ലാമാണ് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ലെസ് ദാൻ ഉണ്ട്, എ ലെസ് ദാൻ ബി ഉണ്ട്, എ ഗ്രേറ്റർ ദാൻ ബി ഉണ്ട്, അതുപോലെ എ നോട്ട് ഈക്വൽ ടു ബി, അതുപോലെ എ ഈക്വൽ ടു ബി. അങ്ങനെയൊക്കെ റിലേഷൻ പറയുന്നതിനാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻ പറയുക. എ ഇത് ലെസ് ദാൻ ബി ആണ്, എ ലെസ് ദാൻ ബി ആണോ, നമുക്കൊരു എക്കും ബിക്കും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ദാൻ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ദാൻ ആണോ, നോട്ട് ഈക്വൽ ടു ആണോ, ഈക്വൽ ടു ആണോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ ആൻഡ് ആണ്. നമ്മൾ ലോജിക്കൽ ആൻഡ് ചെയ്യുന്നത് നമുക്ക് 2 ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ വരൂ. ബാക്കി എല്ലാ കേസസിലും എന്തായിരിക്കും? ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഇനി ലോജിക്കൽ ഓർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇൻപുട്ടും, നമുക്ക് ഇൻപുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവിടെ ചെയ്ത സംഭവം തന്നെയാണ്. അതായത് 2 ബിറ്റ് എടുത്തിട്ട് ഇപ്പോൾ 1ഉം 0 1 0 ആണെന്ന് വെച്ചു, ഇവിടെ 0യും 1ഉം 0യും ആണെന്ന് വെച്ചു. ഏതെങ്കിലും ഒരു ഇൻപുട്ട്, ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും 0യും 0യും വന്നാൽ മാത്രമേ 0, അതായത് ഫാൾസും വന്നാൽ മാത്രമേ ഫാൾസ് വരുള്ളൂ. ഇനി ലോജിക്കൽ നോട്ട് ആണെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഓക്കെ, ട്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ആണ് ട്രൂ എന്ന് ഉദ്ദേശിക്കുന്നത്, ഫാൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് 0 ആയിട്ട് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ ഈഫ് എൽസിനെ
നമ്മൾ ഷോർട്ട് ഹാൻഡ് മെത്തേഡാണ് നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, ദ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈസ് ഷോർട്ട് ഹാൻഡ് ഓഫ് ഫോർ ഇഫ് എൽസ്. നമ്മൾ ഇഫ് എൽസിൻ്റെ ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഈ സിമ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ടെർണറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? കണ്ടീഷൻ കൊടുക്കുക, ക്വസ്റ്റ്യൻ മാർക്ക്, അത് ട്രൂ ആണെങ്കിൽ ഒരു കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടാവും, ഫാൾസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് കണ്ടീഷൻ ഇതാണ്, എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം ഈ ആദ്യം കണ്ടീഷൻ കൊടുക്കുക, കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ, ഈ കൊടുത്തതിനെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എയിലേക്ക് പോവും, ഫാൾസ് ആണെങ്കിൽ, ഇത് ഫാൾസ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോവും? ബിയിലോട്ട് പോവും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കാം. എ ഈക്വൽ ടു 5 ആണ്, ബി ഈക്വൽ ടു 3 ആണ്. അപ്പം എ ഇത് വെച്ചിട്ട് ഞാൻ പറയുവാണ്, അപ്പം എ ഗ്രേറ്റർ ദാൻ ബി, കണ്ടീഷൻ എ ഈസ് ടു ബി. ഓക്കെ, അപ്പം എയുടെ വാല്യൂ എന്താണ്? 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 3, എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 5 ഗ്രേറ്റർ ദാൻ ബി ആണ് എങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? എ പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ബി പ്രിന്റ് ചെയ്യണം എന്നാണ് വെച്ചോ. ഓക്കെ, അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 3 ആണ്, കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എന്തിലേക്ക് പോവും? എയിലെ വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ഇവിടെ റിസൾട്ടിൽ 5 എന്നുള്ളത് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷനെ ബേസ് ചെയ്താൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ ആദ്യം കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇഫ് എൽസ് അത് തന്നെയാണ് നമ്മുടെ കണ്ടീഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? ആ കറസ്പോണ്ടിങ് ആ എയിലേക്ക് പോകും, ഫസ്റ്റ് ഇതിലേക്ക് പോകും. ഫാൾസ് ആണെങ്കിൽ മാത്രമേ അതിലേക്ക് പോവുള്ളൂ. ഇപ്പം എയുടെ വാല്യൂ നമുക്ക് 3 ആണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 3യും ബി ഈക്വൽ ടു 5 ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ സെയിം സാധനം എങ്ങനെ വരും? ഈ സെയിം സാധനം എങ്ങനെ വരും? 3 ഗ്രേറ്റർ ദാൻ 5. ക്വസ്റ്റ്യൻ എയുടെ സ്ഥാനത്ത് എന്ത് വരും? 3 വരും. എയുടെ സ്ഥാനത്ത് എന്ത് വരും? 3 വരും. ബിയുടെ സ്ഥാനത്ത് 5 വരും. അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല, ഇത് ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും? ബിയിലോട്ട് പോയിട്ട് ബി പ്രിന്റ് ചെയ്യും. അപ്പോഴും ഇതിൻ്റെ വാല്യൂ മാറ്റി കൊടുത്തേക്കാണ്. അതിൻ്റെ ബിയുടെ വാല്യൂ 5 ആയതുകൊണ്ട് നമുക്ക് 5 തന്നെ പ്രിന്റ് ചെയ്തു. അപ്പോൾ വേറെ വാല്യൂ ആണ്. ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 3യും ബിയുടെ വാല്യൂ നമുക്കൊരു 15 കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 ഗ്രേറ്റർ ദാൻ 15 ആണോ? അല്ല, ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും? 15 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ അതിനാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ കണ്ടീഷൻ ആദ്യം കൊടുക്കുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് ഇതിലേക്ക് പോകും, ഫാൾസ് ആണെങ്കിൽ അടുത്ത ഇതിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. റിലേഷണൽ എന്താണെന്ന് നോക്കി വെച്ചേക്കുക, ലോജിക്കൽ എന്താണെന്ന് ചോദിച്ചു വെക്കുക, ബിറ്റ് വൈസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ബിറ്റ് വൈസ് എന്ന് നോക്കി കറക്റ്റായിട്ട് നോക്കി വെക്കുക. ബിറ്റ് വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റിലാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ബിറ്റ് വൈസ് ആൻഡ് നോട്ടുണ്ട്, അതുപോലെ ഓറുണ്ട്, നമ്മൾ നോക്കി എക്സോർ ഉണ്ട്, അതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റർ പ്രസിഡൻസ് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ടേബിളൊക്കെ ഞാൻ മൊഡ്യൂൾ വൈസ് പറഞ്ഞു തന്നിട്ടുണ്ട്. മൊഡ്യൂൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ വലിയ ടേബിളുണ്ട്, ഓരോന്നിനും ഓരോ പ്രസിഡൻസ് ആണ്, അത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് ബിറ്റ് വൈസിൻ്റെ റിലേഷൻ്റെ, അതുപോലെ ലോജിക്കലിൻ്റെ കണ്ടീഷണലിൻ്റെയും മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഹയസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രസിഡൻസ് വരുന്ന ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ആണ്. അതായത് ബിറ്റ് വൈസ് ഷിഫ്റ്റ് വരുവാണെങ്കിൽ അതിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം അതായത് റൈറ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റോ, ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ഷിഫ്റ്റ് ആണ്, ഇത് അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി മീഡിയം പ്രയോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷണൽ ഇതിനാണ്. അതായത് ഗ്രേറ്റർ ദാൻ ഉണ്ട്, അല്ലെങ്കിൽ ലെസ് ദാൻ ഉണ്ട്, ലെസ് ദാൻ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനത്രയും പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ അതിനാണ് സെക്കൻഡ് പ്രയോറിറ്റി. അപ്പോൾ ഇനി നെക്സ്റ്റ് ലോ പ്രയോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് ആൻഡും നമ്മുടെ എക്സോറും ഓറും ഒക്കെ വരുവാണെങ്കിൽ അതിനാണ് പ്രയോറിറ്റി. ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് കണ്ടീഷണൽ അല്ലെങ്കിൽ നമ്മൾ ടെർണറി ഓപ്പറേറ്ററിനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്പറേറ്റർ. ഈ 4 അതായത് ബിറ്റ് വൈസ് ഷിഫ്റ്റും റിലേഷനും ബിറ്റ് വൈസ് ലോജിക്കും കണ്ടീഷനും വരുവാണെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി.
അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള അതിൻ്റെ പ്രയോറിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇൻപുട്ട് ഇൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ എയും ഇപ്പോൾ ഇൻറ്റ് റിസൾട്ട് ഇക്വൽ ടു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചു. അത് നമ്മൾ ഒരു ലൈൻ ഓഫ് കോഡാണ്. അപ്പോൾ ആ ലൈൻ ഓഫ് കോഡിൽ ഇൻറ്റിൻ്റെ എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ആ വാല്യൂ വെച്ചിട്ട് നമ്മളോട് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയും. അപ്പം നമുക്ക് ആ ഓപ്പറേറ്റർ പ്രിസിഡൻസ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഏതിനാണ് ഹയർ പ്രയോറിറ്റി അല്ലെങ്കിൽ ഏത് ആദ്യം ചെയ്യുന്നത് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അറിഞ്ഞിരിക്കുക ഹയസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് റിലേഷണൽ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കണ്ടീഷനിൽ ചെയ്യാമോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ടെർണറി ഓപ്പറേറ്ററാണ്. എ ആൻഡ് ബി ആണ് എങ്കിൽ എ ആൻഡ് ബി ചെയ്യുക, അല്ലെങ്കിൽ എ ഓർ ബി ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുവാൻ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് വരും റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനുണ്ട്. ഇവിടെ ഇത് എ ഗ്രേറ്റർ ദാൻ ബി ഉണ്ട്, അത് ആദ്യം കാണണം. അതാണ് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ ബിറ്റ് വൈസ് ആൻഡ് ഓറിലേക്കും പോകും. ലാസ്റ്റാണ് ടെർമിനലിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 5ഉം 3ഉം ആണ് എങ്കിൽ 5 ലെസ് ദാൻ 3 ആണ്, കണ്ടീഷൻ 2 ആണ്. അപ്പോൾ 2 ആവുമ്പോൾ എന്നിട്ട് എ ആൻഡ് ബി കണ്ടുപിടിക്കും, എന്നിട്ട് എ ഓർ ബി കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുള്ളൂ, നമ്മൾ ടെർണറി ഓപ്പറേറ്ററിലേക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോകും. ക്ലിയർ ആണല്ലോ. അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതായത് ആദ്യം ഇവിടെ കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം കണ്ടീഷനിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കിടക്കുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അവിടെ ലോജിക്കൽ ഓപ്പറേഷൻ കണ്ടു ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കറസ്പോണ്ടിങ് ടെർണറി ഓപ്പറേറ്റർ നമ്മൾ ചെയ്യാൻ പോകും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കാണിക്കണമെങ്കിൽ 5 ഗ്രേറ്റർ ദാൻ 3 എ ആൻഡ് ബി, നമ്മളിവിടെ ഓൾറെഡി എ ആൻഡ് ബി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ വാല്യൂ, 1ഉം ഓറിൻ്റെ 7ഉം ആണ്. അപ്പം നമ്മളിവിടെ അത് കൊടുക്കുവാണെങ്കിൽ എ ആൻഡ് ബി ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും, ഇവിടെ 7ഉം കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ടെർണറി ഓപ്പറേറ്റർ ഇവിടെ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തേ, 5 ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് ചെക്ക് ചെയ്തു. 5 ഗ്രേറ്റർ ദാൻ 3 ആണ്, നമുക്ക് ആൻസർ കിട്ടി, ട്രൂ ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ ട്രൂ ആണെങ്കിൽ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ റിലേഷനിൽ ചെയ്യുക, ചെക്ക് ചെയ്ത് വെച്ചേക്കുക. ഏതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അത് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ ചെയ്തു. എയും ആൻഡ് ബി ചെയ്തു. എ ആൻഡ് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. എക്ക് 5 എന്നുള്ള വാല്യൂ കൊടുക്കുക, ബിക്ക് 3 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി എ ഓർ ബി ചെയ്യുക. എക്ക് നമ്മൾ കറസ്പോണ്ടിങ് 5ഉം 3ഉം ചെയ്തിട്ട് ഇവാലുവേറ്റ് കൊടുത്തിട്ട് ഇവാലുവേറ്റ് ഓർ ഓപ്പറേഷൻ ചെയ്യുക. അത് ഞാൻ ഓൾറെഡി ചെയ്താണ്, അതുകൊണ്ടാണ് പറയാത്തത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇത് ട്രൂ എന്ന് കിട്ടി. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ ഇനിയാണ് ടെർണറിയിലോട്ട് പോകുന്നത്. അതായത് ടെർണറി ലാസ്റ്റാണ് നമ്മൾ നോക്കുകയുള്ളൂ, അതിനാണ് ലോവസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഇത് ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടും, 1 എന്നുള്ള ആൻസർ കിട്ടും. ഫാൾസ് ആണെങ്കിൽ 7ലോട്ട് പോയാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റിലേഷണൽ ഉണ്ടെങ്കിൽ റിലേഷനിൽ ചെക്ക് ചെയ്യുക. റിലേഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് റിലേഷനിലാണ്, റിലേഷനിൽ ചെക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ലോജിക്കൽ ആൻഡും ഓറും ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ടെർമിനലിലോട്ട് പോയിട്ട് ഔട്ട്പുട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു ചോദിച്ചാൽ നമുക്കത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ, ഞാൻ പറഞ്ഞിരുന്ന ലോജിക്കലാണ്. ജസ്റ്റ് ഞാൻ റിലേഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ കൂടെ ഇത്രയുമാണ് റിലേഷൻ ഓർത്തിരിക്കുക. എ ലെസ് ദാൻ ബി ഉണ്ട്, എ ഗ്രേറ്റർ ദാൻ ബി ഉണ്ട്. അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി വരാം, അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വരാം, അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി വരാം. അതെല്ലാം വരാം, അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യും. അതുപോലെ എ നോട്ട് ഈക്വൽ ടു ബി വരുന്നത് എ നോട്ട് ഈക്വൽ ടു ബിയും വരാം. എ നോട്ട് ഈക്വൽ ടു ബി ആണ്, അതും വരാം. അപ്പോൾ അത് എല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇത്രയുമാണ് അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അതായത് ലെസ് ദാന്, ഗ്രേറ്റർ ദാന്, അതുപോലെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത് വേണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. അതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്.
ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റർ പ്രസിഡൻസ്. അപ്പോൾ നമ്മൾ തിയറി അറിഞ്ഞാലേ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, പ്രോഗ്രാമിൽ ലൈൻ ഓഫ് കോഡ് വരും. ആ ലൈൻ ഓഫ് കോഡിൻ്റെ അകത്ത് എല്ലാ ഓപ്പറേറ്റേഴ്സും ചിലപ്പോൾ കുറേ ഓപ്പറേറ്റേഴ്സ് കാണും. അപ്പോൾ അതിൽ ഏത് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസിഡൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ജാവ പ്രോഗ്രാം ദാറ്റ് യൂസസ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് ടു കാൽക്കുലേറ്റ് ഏരിയ. If user enters one argument, the program should treat it as a side of a square and print the area of a square. Okay, that's a question. If the user enters two arguments, the program should treat them as a length and breadth of a rectangle and print the area of a rectangle. If the number of the argument is not 1 or 2, ഡിസ്പ്ലേ ആൻ അപ്രോപ്രിയേറ്റ് എറർ മെസ്സേജ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ മക്കളെ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്ത്, എന്താ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജാവ പ്രോഗ്രാം കമ്പയർ ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റ് റൺ ചെയ്യുന്ന ആ കറസ്പോണ്ടിങ് പ്രോഗ്രാം നെയിം റൺ ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമാണ് എങ്കിൽ നമ്മൾ ജാവ ഏരിയ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് റൺ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഈ റൺ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുവാണ്, അതായത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ജാവ ഏരിയ കാൽക്കുലേറ്റർ 5 എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ കൊടുക്കുന്ന ആ 5 എന്നുള്ളത് ഒരു ആർഗ്യുമെൻ്റ്. അപ്പോൾ കമാൻഡിൻ്റെ കൂടെ തന്നെ നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുവാണെങ്കിൽ അതിനാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പാസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ റൺ ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് യൂസ് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ യൂസർ ഒരു ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, അതായത് റൺ ചെയ്യുമ്പോൾ ഓരോ ആർഗ്യുമെൻറ്റാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിട്ട് എടുക്കണം? നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡായിട്ട് എടുക്കണം. എന്നിട്ട് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? ഒരു ആർഗ്യുമെൻ്റാണ് യൂസർ എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ആർഗ്യുമെൻറ്റിനെ നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡായിട്ട് എടുത്തിട്ട് ഏരിയ കണ്ടുപിടിക്കണം. കാരണം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സൈഡ് മാത്രം മതി, നമുക്ക് ഏരിയ കിട്ടും. ഇനി 2 ആർഗ്യുമെൻ്റാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ, അതായത് പാസ് ചെയ്യുന്നതെങ്കിൽ എന്തായിട്ട് എടുക്കണം? റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ആയിട്ട് എടുത്തിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് രണ്ടുമല്ല ടൈപ്പ് ചെയ്യുന്നത് 3 or 4 ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇൻവാലിഡ് അല്ലെങ്കിൽ എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അതായത് ഒന്നുകൂടെ പറയാം, നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്ത് റൺ ചെയ്യാൻ പോകുന്ന കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെൻറ്റിന് പാസ് ചെയ്യുകയോ ചെയ്യുന്നു. ഓക്കെ, പ്രോഗ്രാമിൻ്റെ ആ റണ്ണിങ് സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കൊടുക്കും. ഇവിടെ പറഞ്ഞേക്കണേ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ സ്ക്വയറിൻ്റെ സൈഡായിട്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇനി 2 ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ആയിട്ട് എടുത്തിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് നമ്മൾ അറിയണമെങ്കിൽ അതിൻ്റെ ലെന്ത് കണ്ടുപിടിച്ചാലേ നമുക്ക് അത് എത്രയാണ് അതിൻ്റെ ലെന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെന്ത് ആണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്, 2 ലെന്ത് ആണെങ്കിൽ 2 ആർഗ്യുമെൻറ്റ്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം നോക്കാം, അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ ആയതുകൊണ്ട് ഞാൻ കൊടുത്തേക്കുവാണ് പബ്ലിക് ക്ലാസ് ഏരിയ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. ഓപ്പൺ ചെയ്തിട്ട് മെയിൻ മെത്തേഡ് എഴുതി. മെയിൻ മെത്തേഡിൽ വഴിയാണല്ലോ നമ്മൾ ആർഗ്യുമെൻറ്റും പാസ് ചെയ്യുന്നു. അപ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് array args. ഇനി ഈ argsന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ആ കൊടുക്കുന്ന പേര് തന്നെയായിരിക്കണം ഇവിടെ എടുക്കുന്നതെന്നുള്ളൂ. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുക. ഇഫ് args ഡോട്ട് ലെന്ത് ഈക്വൽ ടു 1. അപ്പം args എന്ന് പറയുന്ന അരയ്ക്കകത്ത് ലെന്ത് 1 ആണ് എങ്കിൽ എന്ത് ചെയ്യണം?
നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? അതായത് ആ അറയിലേക്ക് നമ്മൾ ആർഗ്യുമെൻ്റ് കൊടുക്കുമ്പോൾ ആ ആർഗ്യുമെൻ്റ് പോയി സ്റ്റോർ ആവുന്ന ഈ ARGS എന്ന് പറഞ്ഞ അറയിലാണ്. അപ്പോൾ ആ അറയിൽ ലെന്ത് 1 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം? നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇഫ് ARGS ടോട്ടൽ ലെന്ത് ഈക്വൽ ടു 1 ഓപ്പൺ ചെയ്തു. ട്രൈയുടെ ഉള്ളിലാണ് കൊടുത്തേക്കുന്നത്, എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഡബിൾ സൈഡ് ഈക്വൽ ടു സൈഡ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്തേക്ക് നമ്മൾ ആർഗ്യുമെൻറ്റ് നമ്മുടെ ARGSൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ എടുത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡബിൾ സൈഡ് ഡബിൾ ഡോട്ട് പേഴ്സ് ഡബിൾ. ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ എടുത്തേക്കണ വാല്യൂ സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ്ങിനെ നമ്മൾ ഡബിളിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇൻ്റ് ആണെങ്കിൽ അവിടെ പേഴ്സ് ഇൻറ്റിജർ എന്നും പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നത് ഡബിളിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഡബിൾ ഡോട്ട് പേഴ്സ് ഡബിൾ. അതെന്താ ചെയ്യുന്നത്? എടുക്കുന്ന സ്ട്രിങ് ആയിരിക്കും, ആ വാല്യൂ പാസ് ചെയ്യുന്ന വാല്യൂ സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ്ങിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡബിൾ എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. ബ്രാക്കറ്റിൽ ARGS ഓഫ് ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സിലാണല്ലോ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് പോയി സ്റ്റോർ ആവുന്നത്. അപ്പം ARGS ഓഫ് 0 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അപ്പം ഡബിൾ ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ക്ലിയർ ആണല്ലോ? ഇനി അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിക്കുക. പ്രിൻറ്റ് ചെയ്യിക്കാൻ എന്താ? system.out println ഏരിയ ഓഫ് ദി സ്ക്വയർ ഡബിൾ കുറച്ച് കൊടുത്തേക്കണം, അതേപോലെ ഒരു പ്ലസ് ഏരിയ ഇവിടെ കൊടുത്തേക്കുന്ന ഏരിയയും കൂടി പാസ് ചെയ്യും. ക്ലിയർ ആണോ മക്കളെ? ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന ARGS നമ്മൾ ഇവിടുത്തെ ഈ ഇതിലേക്കാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ അറയിലേക്കാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ അറയുടെ പേര് കൊടുത്തു. അപ്പം അത് ഡോട്ട് ലെന്ത്, ഇതെന്താ ചെയ്യുന്നത്? ആ അറയുടെ സൈസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ട്രൈയുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? അവിടെ ഉള്ള ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂവിനെ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ സ്ട്രിങ് ആയിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡബിൾ സൈഡ് ഈക്വൽ ടു ഡബിൾ ഡോട്ട് പേഴ്സൻറ്റ് ഡബിൾ ARGS ഓഫ് 0. ഇനി എന്ത് ചെയ്തു? ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ എന്താ സൈഡ് ഉണ്ട്? സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സൈഡ് ഇൻറ്റു സൈഡ്. സ്ക്വയർ ആണല്ലോ, അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഡബിൾ ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് പ്രിൻറ്റ് ചെയ്യിച്ചു. നമ്മൾ ട്രൈ അവിടെ ക്ലോസ് ചെയ്തു. ട്രൈ കൊടുത്താൽ ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുത്തു. എന്ത് വരാം? നമ്പർ ഫോർമാറ്റ് എക്സ്പ്രഷൻ വരാം. ഈ ഓപ്പൺ ചെയ്തു. system.out println ഇൻവാലിഡ് ഇൻപുട്ട് പ്ലീസ് എൻ്റർ എ ന്യൂമറിക് വാല്യൂ ഫോർ ദി സൈഡ് എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യിച്ചു. ആ എറർ മെസ്സേജ് ജസ്റ്റ് ട്രൈയിൽ കൊടുത്തേക്കുന്ന ക്യാച്ച് ചെയ്യാൻ എറർ മെസ്സേജ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്യാച്ച് ക്ലോസ് ചെയ്തു, നമ്മുടെ ഇഫ് ക്ലോസ് ചെയ്തു. ഇനി ഇതല്ല എങ്കിൽ ഇതല്ലെങ്കിൽ എന്തായിരിക്കും? സൈസ് 2 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ARGS ഡോട്ട് ലെന്ത് ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്തു. 2 ആണെങ്കിൽ അവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 2 ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? A ഓഫ് 0 നിന്നും A ഓഫ് 1 നിന്നും എടുക്കണം. അതുകൊണ്ട് നമ്മൾ അതിനെ ലെന്തും വൃത്തുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ എൽസിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ARGS ഡോട്ട് ലെന്ത് ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ട്രൈയുടെ ഉള്ളിൽ ലെന്ത് എന്ന് പറഞ്ഞു, ലെന്തും വൃത്തുമാണല്ലോ, അതുകൊണ്ട് ലെന്ത് എന്ന് കൊടുത്തു, ബ്രെത്ത് എന്ന് കൊടുത്തു. ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് നമ്മൾ ലെന്തിലോട്ട് എടുത്തു. അപ്പോൾ സെയിം ARGS ഓഫ് 0 ഡബിൾ ഡോട്ട് പേഴ്സ് ഡബിൾ. അവിടെ എന്താ ചെയ്യുന്നത്? സ്ട്രിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. സ്ട്രിങ്ങിൽ നിന്ന് ഡബിളോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഡബിൾ ഡോട്ട് പേഴ്സൻറ്റ് ഓഫ് ഡബിൾ. ഇനി അടുത്ത് ഡബിൾ ഡോട്ട് ഡബിൾ ARGS ഓഫ് 1. അപ്പോൾ 0th പൊസിഷനിലുള്ളത് ഇൻഡെക്സ് 0യിലുള്ളത് ലെന്തിലേക്ക് കൊടുത്തു. 1ലുള്ളത് നമ്മൾ ബ്രെത്തുമായിട്ട് എടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി? ലെന്തും ബ്രെത്തും കൂടെ ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞത് പ്രിൻറ്റ് ചെയ്യിച്ചു. ക്ലിയർ ആണല്ലോ? അതായത് 2 സൈസ് 2 ആണ് എങ്കിൽ ഇത് ARGS സ്ലോട്ട് ലെന്ത് എന്താ ചെയ്യുന്നത്? നമ്മുടെ അറയുടെ സൈസ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ആണ് എങ്കിൽ 2 ഈക്വൽ ടു 2 വരും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഇൻഡെക്സ് 0യിലുള്ളത് എടുക്കും, 1ലുള്ളത് എടുക്കും,
രണ്ടും എടുത്തിട്ട് ഡബിളോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഇൻറ്റു ചെയ്യിച്ച് ഔട്ട്പുട്ട് ഏരിയയുടെ ഔട്ട്പുട്ട് ഏരിയ നമുക്ക് കിട്ടും, അതായത് ഔട്ട്പുട്ട് കിട്ടും, അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് ട്രയലിൽ കൊടുത്തേക്കുന്നതാണ്. ക്യാച്ച് കൊടുക്കണം. ക്യാച്ചിൽ നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷനെ ക്യാച്ച് ചെയ്തു. ഇൻവാൾഡ് ഇൻപുട്ട് ആണെങ്കിൽ പ്ലേസ് സെൻറ്റർ എന്നും പറഞ്ഞു കൊടുത്തു. അതുപോലെ നമ്മൾ ക്യാച്ച് ക്ലോസ് ചെയ്തു, അതുപോലെ എൽസിഫ് ക്ലോസ് ചെയ്തു. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എൽസിൻ്റെ അകത്ത് സിസ്റ്റത്തിനോട് ഔട്ട്പുട്ട് പ്രിൻ്റ് എറൻ പ്ലീസ് എൻ്റർ 1 ആർഗ്യുമെൻറ്റ് ഫോർ സ്ക്വയർ ഓർ 2 ആർഗ്യുമെൻറ്റ് ഫോർ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ് നമുക്ക് എറർ മെസ്സേജ് എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും അല്ല കൊടുത്തേക്കണമെങ്കിൽ നമ്മൾ പാസ് ചെയ്ത് ഇപ്പോൾ 1 ഒരു ആർഗ്യുമെൻറ്റും അല്ല 2 ആർഗ്യുമെൻറ്റും അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് എറർ മെസ്സേജ് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ഔട്ട്പുട്ട് പ്രിൻറ്റിൽ ഒരു എറർ മെസ്സേജ് കൂടെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അത് ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന എറർ മെസ്സേജാണ്. പ്ലീസ് എൻ്റെ 1 ആർഗ്യുമെൻറ്റ് ഫോർ സ്ക്വയറിനാണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം. 2 ആർഗ്യുമെൻറ്റ് ഫോർ റെക്റ്റാങ്കിൾ, 2 ആർഗ്യുമെൻറ്റ് റെക്റ്റാങ്കിളിൽ കൊടുക്കാൻ പറഞ്ഞേക്കണം. നമുക്കത് കഴിഞ്ഞിട്ട് അത് എൽസ് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ ക്ലാസ് ഓപ്പൺ ചെയ്തിട്ടാണ് അത് രണ്ടും ക്ലോസ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ പ്രോഗ്രാമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് വെച്ചിട്ടുള്ള ഏത് മോഡലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആണ്. ഒന്നുമില്ല, നമുക്ക് തന്നേക്കുന്ന ഡേറ്റാസ് വെച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. അത്രേ ഉള്ളൂ. ആ കൺസെപ്റ്റ് പറഞ്ഞു തന്നാൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മളെപ്പോഴും ചെയ്യുന്ന മെയിൻ മെത്തേഡാണ്. മെയിൻ മെത്തേഡിൽ ആ കൊടുത്തേക്കണ അറേയുടെ എടുത്തിട്ടാണ് നമ്മൾ കമാൻഡ് ലൈൻ പാസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ സൈസും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സൈസ് വെച്ചിട്ട് ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ ARGS ഓഫ് 0 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേ 1 2 ഇത്രയാണോ സൈസ്. നമ്മൾ എന്താണോ ഏത് പ്രോഗ്രാമാണോ അതനുസരിച്ച് ആ ലോജിക്ക് നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ റൺ ചെയ്യുമ്പോൾ ജാവാസി നമ്മളെങ്ങനെ റൺ ചെയ്യുന്നത്? റൺ ചെയ്യാനായിട്ടൊന്നുമില്ല. ജാവ സി നമ്മുടെ പ്രോഗ്രാമിൻ്റെ നെയിം എന്തായിരുന്നു? ഏരിയ കാൽക്കുലേറ്റർ എന്നായിരുന്നു. ഏരിയ കാൽക്കുലേറ്റർ ഡോട്ട് ജാവ എന്നും പറഞ്ഞ് റൺ ചെയ്യും. എന്നിട്ട് ഡോട്ട് ക്ലാസ് ഫയൽ ഉണ്ടാവും. ഡോട്ട് ഏരിയ കാൽക്കുലേറ്റർ ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. ഇനി കമ്പൈൽ ചെയ്യാനുള്ളത് റൺ ചെയ്യാനുള്ള മാറിപ്പോയതാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പോൾ ജാവ സ്പേസ് ഏരിയ കാൽക്കുലേറ്റർ. ഓക്കെ, നമ്മളിവിടെ 5 എന്ന് കൊടുക്കുവാണെങ്കിൽ അത് എന്തായിരിക്കും? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി ഞാൻ ജാവ ഏരിയ കാൽക്കുലേറ്റർ 3 സ്പേസ് ഇട്ടിട്ട് 37 എന്ന് കൊടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് 3 ഇതായിട്ടിട്ട് പോകും. സെക്കൻഡ് ഇതാ. അപ്പോൾ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ അവരെന്ത് കണ്ടുപിടിക്കും? ഇത് റെക്റ്റാങ്കിളിനായിരിക്കും. ഇത് സ്ക്വയറിൻ്റെ ആയിട്ടെടുക്കും. ഇനി ഞാൻ വീണ്ടും ജാവ ഏരിയ കാൽക്കുലേറ്റർ ഇങ്ങനെ കൊടുക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും? ഒറ്റ ഇൻഡെക്സിലേക്ക് ഒറ്റ വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ എന്താ? അത് എറർ മെസ്സേജ് കാണിക്കും. ഇനി അല്ല നിങ്ങൾ ഇതിൽ കൂടുതൽ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാമെന്ന് വെച്ചു, അപ്പോഴും എററായിരിക്കും. എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. അറിഞ്ഞിരിക്കുക. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചേക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി വെച്ചേക്കുക. ഉറപ്പായിട്ടും കമാൻഡ് ലൈൻ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതുപോലെ ഈ ദിസ് കീവേഡ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. ഇലിസ്ട്രേറ്റ് ദ യൂസ് ഓഫ് ദിസ് കീവേഡ് ഇൻ ജാവ. ദിസ് കീവേഡ് എന്താണ് ജാവയ്ക്കകത്ത് ചെയ്യുന്നത്? ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുഴുവൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇലിസ്ട്രേറ്റ് ദ യൂസ് ഓഫ് ദിസ് കീവേഡ് ഇൻ ജാവ. ഈ ദിസ് കീവേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇൻ ജാവ ദിസ് കീവേഡ് ഈസ് റെഫറൻസ് ടു ദി കറണ്ട് ഒബ്ജക്റ്റ്. അതെന്തിനാണ് റെഫർ ചെയ്യുന്നത്? കറണ്ട് ഒബ്ജക്റ്റ്, അതായത് കറൻ്റ്ലി എന്ത് ഒബ്ജക്റ്റാണ് നമ്മൾ ഇൻവോക്ക് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് അതിനായിരിക്കും എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്യുന്നത്. ഹൂസ് മെത്തേഡ് ഓർ കൺസ്ട്രക്ട് ഈസ്
ഇവോക്കഡ്, അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ടറാണോ ഇവോക്ക് ചെയ്ത് അല്ലെങ്കിൽ കോൾ ചെയ്ത് അതിനെയായിരിക്കും അത് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് കീവേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഒബ്ജക്റ്റ് ഏതാണ്, ഏത് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കോൾ ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റാണോ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിൻ്റെ മെത്തേഡാണോ കൺസ്ട്രക്ടറാണോ നമ്മൾ കോൾ ചെയ്തത് അതിനെയായിരിക്കും റെഫർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ദിസ് കീവേഡ് ഈസ് എ റെഫറൻസ് ടു ദി കറണ്ട് ഒബ്ജക്റ്റ്, ദ വൺ ഹൂസ് മെത്തേഡ് ഓർ കൺസ്ട്രക്ടർ ഈസ് ബീങ് ഇവോക്ക്ഡ്. നമ്മൾ ഏത് ഒബ്ജക്റ്റാണോ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ആ ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ മെത്തേഡാണോ കോൾ ചെയ്തേക്കുന്നത് ആ ഒബ്ജക്റ്റിനെയായിരിക്കും ദിസ് എന്ന് പറഞ്ഞ കീവേഡ് റെഫർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ അതിനെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തേക്കുവാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ഏതാണോ ആ കറണ്ട് ഒബ്ജക്റ്റ് ഏതാണോ അതിനായിരിക്കും റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ ജാവ ദിസ് കീവേഡ് ഈസ് എ റെഫറൻസ് ടു ദി കറണ്ട് ഒബ്ജക്റ്റ്, ദ വൺ ഹൂസ് മെത്തേഡ് ഓർ കൺസ്ട്രക്ടർ ഈസ് ബീങ് ഇവോക്ക്ഡ്. ഏത് ഒബ്ജക്റ്റിൻ്റെ മെത്തേഡാണോ അല്ലെങ്കിൽ കൺസ്ട്രക്ടറാണോ ഇവോക്ക് ചെയ്തേക്കുന്നത് കോൾ ചെയ്തേക്കുന്നത് ആ ഒബ്ജക്റ്റിനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ദിസ് കീവേഡ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ യൂസ് ദിസ് ഇൻ സ്റ്റാറ്റിക് മെത്തേഡ് സിൻസ് ദേ ഡു നോട്ട് ബിലോങ്സ് ടു എനി ഒബ്ജക്റ്റ്. നമ്മൾ ദിസ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ്സിൽ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ സ്റ്റാറ്റിക് മെത്തേഡ്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് കോൾ ചെയ്യുന്നത്. നമ്മൾ ദിസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒബ്ജക്റ്റ് റെഫർ ചെയ്യാനായിട്ട്. സ്റ്റാറ്റിക്കിൻ്റെ ഒബ്ജക്റ്റില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും, ഒബ്ജക്റ്റ് ഇല്ലാണ്ട് കോൾ ചെയ്യും. അതുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് ഇതിൻ്റെ കൂടെ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ കൂടെ ആണെങ്കിലും ക്ലാസ്സിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ദിസ് കീവേഡ് നമുക്ക് യൂസ് ചെയ്യാറില്ല, കാരണം അത് ഒബ്ജക്റ്റിന് ബിലോങ് ചെയ്തല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ക്ലാസ് പേഴ്സൺ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൺസ്ട്രക്ടർ കൊടുത്തേക്കാണ് പേഴ്സൺ സ്ട്രിങ് നെയിം ഓപ്പൺ ചെയ്ത് ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം. അപ്പോൾ ഈ ദിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ നമ്മൾ കോൾ ചെയ്ത പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് ദിസ് കീവേഡ് ഈസ് റെഫറൻസ് ടു ദി കറണ്ട് ഒബ്ജക്റ്റ്, ദ വൺ ഹൂസ് മെത്തേഡ് ഓർ കൺസ്ട്രക്ടർ ഈസ് ബീങ് ഇവോക്ക്ഡ്. അപ്പോൾ നമ്മൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞതിൻ്റെ ആ ക്ലാസ്സിന് തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ടർ കോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ദിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദിസ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ കറൻ്റ്ലി ഇവോക്ക് ചെയ്ത് അല്ലെങ്കിൽ കോൾ ചെയ്ത അല്ലെങ്കിൽ മെത്തേഡിൻ്റെയോ അല്ലെങ്കിൽ കൺസ്ട്രക്ടറിൻ്റെയോ ഒബ്ജക്റ്റിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഡിസൈൻ എ ജാവ ക്ലാസ് ബുക്ക് വിത്ത് ഫോളോയിങ് അട്രിബ്യൂട്ട് ടൈറ്റിൽ, ഓതർ ആൻഡ് പ്രൈസ്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം, ടൈറ്റിൽ ഉണ്ടാവണം, ഓതർ ഉണ്ടാവണം, പ്രൈസ് ഉണ്ടാവണം. ഈ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ടു ഇനിഷ്യലൈസ് ദിസ് വാല്യൂ. ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യണം. ഓൾസോ റൈറ്റ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ദാറ്റ് സെറ്റ് ഡിഫോൾട്ട് വാല്യൂസ്. അത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും വേണം, ഡിഫോൾട്ട് വാല്യൂസിന് സെറ്റ് ചെയ്യണം. ക്രിയേറ്റ് എ ഡിസ്പ്ലേ മെത്തേഡ് ടു പ്രിൻറ്റ് ദ ബുക്ക് ഡീറ്റെയിൽസ്. ഡിസ്പ്ലേ മെത്തേഡ്സ് വേണം. അതെന്തായിരിക്കും ചെയ്യുന്നത്, ബുക്കിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ടു ഒബ്ജക്റ്റ്, വൺ യൂസിങ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് അനദർ യൂസിങ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്പ്ലേ ദെയർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി നമ്മൾ മെയിൻ മെത്തേഡിനകത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒന്ന് ഡിഫോൾട്ടിനും ഒന്ന് കൺസ്ട്രക്ടറിനും. അതെന്ത് ചെയ്യണം, അതിൻ്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഒരു ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനുള്ളിൽ അതിന് കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സ് അവർ പറഞ്ഞിട്ടുണ്ട്. ടൈറ്റിൽ ഉണ്ടാവണം, ഓതർ ഉണ്ടാവണം, പ്രൈസ് ഉണ്ടാവണം. ആ 3 ആട്രിബ്യൂട്ട് ഉണ്ടാവണം. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും വേണം, ഡിഫോൾട്ട് കൺസ്ട്രക്ടറും വേണം. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് ഡിഫോൾട്ട് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡിസ്പ്ലേ മെത്തേഡ്സ് ഉണ്ടാവണം. ആ ഡിസ്പ്ലേ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മെയിൻ മെത്തേഡിനകത്ത് പോയിട്ട് രണ്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനും പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ കോൾ ചെയ്യണം. അത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അതായത് ഒരു പ്രോഗ്രാം എഴുതണം. പ്രോഗ്രാമിൻ്റെ അകത്ത് ക്ലാസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടാവണം. അതിന് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും വേണം, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും വേണം. ക്ലാസ്സിൻ്റെ കൂടെ നമുക്ക് ആട്രിബ്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ട് അതിന് നമ്മൾ വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ ഡിഫോൾട്ടിനകത്ത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത്
ഡിഫോൾട്ട് വാല്യൂസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഡിസ്പ്ലേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളതാണ് ഡിസ്പ്ലേ ചെയ്യിക്കണം. എന്നിട്ട് മെയിൻ മെത്തേഡിൻ്റെ അകത്ത് പോയിട്ട് രണ്ട് കൺസ്ട്രക്ടറിനും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യണം. ഇത്രേ ഉള്ളൂ പ്രോഗ്രാം, സിമ്പിൾ പ്രോഗ്രാം. ഓക്കെ, ഫസ്റ്റ് എന്താ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ്സിൻ്റെ പേര് തന്നിട്ടുണ്ട് ബുക്ക്. സെയിം പബ്ലിക് ക്ലാസ് ബുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്തു. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ടൈറ്റിൽ, ഓതർ, പ്രൈസ്. ടൈറ്റിലും ഓതറും എന്തൊക്കെയാണ്? സ്ട്രിങ് ആയിരിക്കും. ഈ പ്രൈസ് എന്നുള്ളത് നമുക്ക് ഡബിളിൽ വരാം. അതുകൊണ്ട് പ്രൈവറ്റ് സ്ട്രിങ് ടൈറ്റിൽ കൊടുത്തു, പ്രൈവറ്റ് സ്ട്രിങ് ഓതർ കൊടുത്തു. കാരണം സ്ട്രിങ്ങും ഓതറും ഒക്കെ സ്ട്രിങ്ങിലേ വരുള്ളൂ. സോറി, ടൈറ്റിലും ഓതറും സ്ട്രിങ്ങിലേ വരുള്ളൂ. അതുകൊണ്ട് പ്രൈവറ്റ് സ്ട്രിങ് ടൈറ്റിൽ കൊടുത്തു. നെക്സ്റ്റ് പ്രൈവറ്റ് സ്ട്രിങ് ഓർഡർ കൊടുത്തു. ഈ പ്രൈവറ്റ് എന്നുള്ളത് നമ്മുടെ ആക്സസ് മോഡിഫയർ ആണെന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്ട്രിങ് എന്നുള്ളത് ടൈപ്പാണ്. അതിൻ്റെ പേര് തന്നിട്ടുണ്ട്, ടൈറ്റിൽ ഓർഡർ വന്ന്. ഇനി പ്രൈവറ്റ് ഡബിൾ പ്രൈസ്. പ്രൈസ് വരുന്നത് ഡെസിമൽ പോയിന്റ് ഇട്ട് വരാം. അതുകൊണ്ട് അതിന് നമ്മൾ ഡബിളിൽ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ പബ്ലിക് ബുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ? കൺസ്ട്രക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ സെയിം പേരിൽ ഒരു മെത്തേഡ് എഴുതി, അതാണ് കൺസ്ട്രക്ടർ. മെത്തേഡ് ആണെങ്കിലും കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത ഉണ്ടതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. ഓക്കെ, ക്ലാസ് എങ്ങനെയാണോ അതേ നെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ നെയിമിൽ ഒരു മെത്തേഡ് എഴുതി. മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂസും ഒരു പാരാമീറ്ററും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ പാരാമീറ്ററൈസ്ഡ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആർഗ്യുമെൻറ്റ്സോ പാരാമീറ്ററോ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ടും സെയിം ആണ്, പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറായി. അപ്പോൾ നമ്മൾ ആദ്യം ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ചെയ്തുമാണ്. പബ്ലിക് ബുക്ക് എന്നതായിരുന്നു നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. ആ സെയിം നെയിം തന്നെ കൊടുത്തു. ഓപ്പൺ ചെയ്തു. ദിസ് ഡോട്ട് ടൈറ്റിൽ ഈക്വൽ ടു അൺനോൺ ടൈറ്റിൽ. ദിസ് ഡോട്ട് ഓതർ ഈസ് ഈക്വൽ ടു അൺനോൺ ഓതർ. ദിസ് ഡോട്ട് പ്രൈസ് ഈസ് ഈക്വൽ ടു 0.0. അതായത് ഡിഫോൾട്ട് വാല്യൂ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ദിസ് എന്നുള്ളത് ആ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്ന കുറച്ചും കൂടി നോക്കിയതാണ്. അപ്പോൾ ദിസ് ഡോട്ട് ടൈറ്റിൽ ഈക്വൽ ടു എന്താണ്? അൺനോൺ ടൈറ്റിൽ നിന്ന് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്തു. ദിസ് ഡോട്ട് ഓർഡർ ഈക്വൽ ടു അൺനോൺ ഓർഡർ എന്ന് കൊടുത്തു. പ്രൈസ് 0.0 എന്ന് പറഞ്ഞു ഡബിളിൽ കൊടുത്തേക്കുന്നതാണ്. നമ്മൾ ആ കൺസ്ട്രക്ടറിനെ ക്ലോസ് ചെയ്തു. ഇനി പാരാമീറ്റേഴ്സിൻ്റെ കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. അതുകൊണ്ട് പബ്ലിക് ബുക്ക് സ്ട്രിങ് ടൈറ്റിൽ സ്ട്രിങ് ഓതർ ഡബിൾ പ്രൈസ്. നമ്മൾ അവിടെ എന്താണോ യൂസ് ചെയ്തത് ആ സെയിം വേരിയബിൾ തന്നെ പാസ് ചെയ്യുക. സ്ട്രിങ് ടൈറ്റിൽ സ്ട്രിങ് ഓതർ ഡബിൾ പ്രൈസ്. ഓപ്പൺ ചെയ്തു. ദിസ് ഡോട്ട് ടൈറ്റിൽ ഈക്വൽ ടു ടൈറ്റിൽ. ഇവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ എന്താണോ അത് ഈ ടൈറ്റിനോട് ഈക്വൽ ആയിരിക്കും. സെയിം ദിസ് ഡോട്ട് ഓതർ ഈക്വൽ ടു ഓതർ എന്ന് കൊടുത്തു. ദിസ് ഡോട്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു പ്രൈസ്. അതായത് ഇവിടെ എന്ത് വരുന്നോ അത് ടൈറ്റിലേക്ക് പാസ് ചെയ്തു. ഇവിടെ എന്തോ ഓതറിൽ വരുന്നോ അതും കൂടി പാസ് ചെയ്തു. ഇവിടെ എന്ത് വരുന്നോ അതും കൂടി പാസ് ചെയ്തു. ഡിഫോൾട്ട് കൺസ്ട്രക്ടറും ക്ലോസ് ചെയ്തു. അത്രേ പറഞ്ഞിരുന്നത്. ആദ്യം ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ അട്രിബ്യൂട്ട് കൊടുക്കുക. പിന്നെ പാരാമീറ്ററൈസ്ഡ് ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്യുക, ഡിഫോൾട്ടിൻ്റെ ഉള്ളിൽ ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കുക. അത് നമ്മൾ ചെയ്തു. ഇനി പാരാമീറ്ററൈസ്ഡ് ക്രിയേറ്റ് ചെയ്യുക, പാരാമീറ്ററിൻ്റെ ഉള്ളിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സെറ്റ് ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ മെത്തേഡ് ഡിസ്പ്ലേ ചെയ്യാനുള്ള മെത്തേഡ് ചെയ്തു. സിമ്പിൾ. പബ്ലിക് ഓർഡർ ഡിസ്പ്ലേ കൊടുത്തു. സിസ്റ്റം ഡൗൺലോഡ് പിന്നെല്ലാം കൊടുത്ത് ബുക്കിൻ്റെ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യിക്കുക, ഓർഡർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ പ്രൈസ് ഡിസ്പ്ലേ ചെയ്യിക്കുക. അത് നമ്മൾ കൊടുക്കുവാണ്. സിസ്റ്റം ഡൗൺലോഡ് പ്രിൻ്റ് ലൈൻ ബുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ സിസ്റ്റം ഡൗൺലോഡ് പ്രിൻ്റ് ലൈനിൽ ഓർഡർ പ്ലസ് ഓർഡർ കൊടുത്തു. അതുപോലെ പ്രിൻ്റ് ലൈൻ പ്രൈസ് എത്രയാണോ ഈ ഡബിൾ കോഡ്സ് കൊടുത്തേക്കുന്ന അതേപടി വരും. അതുകൊണ്ട് നമ്മൾ റുപ്പയെ കാണിക്കാൻ വേണ്ടി റുപ്പയുടെ സിമ്പിൾ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തിട്ട് പ്ലസ് പ്രൈസ് കൊടുത്തു. പ്ലസ് കൊടുക്കുന്നത് നമ്മൾ കൺകാർഡിനേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ടൈറ്റിലിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് ഈ ബുക്ക് ടൈറ്റിലിൻ്റെ കൂടെ ചേർന്ന് വരും, ടുഗദറായിട്ട് വരും, കൺകാർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി 3 പ്രിൻ്റ് ചെയ്യിച്ചു. ടൈറ്റിൽ പ്രിൻ്റ് ചെയ്യിച്ചു, ഓതർ പ്രിൻ്റ് ചെയ്യിച്ചു, പ്രൈസ് പ്രിൻ്റ് ചെയ്യിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ജസ്റ്റ് ഇങ്ങനെ ടോട്ടൽ ലൈൻ വരാൻ വേണ്ടി നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ ഡിസ്പ്ലേ മെത്തേഡ് ക്ലോസ് ചെയ്തു. അതാണ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറഞ്ഞത്. ഡിസ്പ്ലേ മെത്തേഡിൻ്റെ ഉള്ളിൽ പ്രൈസ് ഡിസ്പ്ലേ ചെയ്യിക്കണം, ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം, ഓതർ ഡിസ്പ്ലേ ചെയ്യിക്കണം, പ്രൈസ് ഡിസ്പ്ലേ ചെയ്യിക്കണം. അത് 3 നമ്മൾ ഡിസ്പ്ലേ ചെയ്യിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണം? മെയിൻ മെത്തേഡിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ മെത്തേഡ് ചെയ്ത് എന്താണ് മെയിൻ മെത്തേഡ് വെച്ചാൽ അവിടെ പബ്ലിക് സ്റ്റാറ്റിക് ഒരു മെയിൻ ഓപ്പൺ ചെയ്ത് സ്ട്രിങ് ARGS ഓപ്പൺ ചെയ്തിട്ട് ആദ്യം നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബുക്ക്
ഡിഫോൾട്ട് ബുക്ക്, ഡിഫോൾട്ട് കൺസിഡർ ആയതുകൊണ്ട് ഡിഫോൾട്ട് ബുക്ക് എന്ന് കൊടുത്തു, ഈക്വൽ ടു ന്യൂ ബുക്ക് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബുക്ക് ഡിഫോൾട്ട് ബുക്ക് ഇത് നമ്മുടെ ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്, ഡിഫോൾട്ട് ആയതുകൊണ്ട് ഡിഫോൾട്ട് ആണെന്നറിയാൻ വേണ്ടി ഡിഫോൾട്ട് ബുക്ക് ഈക്വൽ ടു ന്യൂ ബുക്ക് എന്ന് കൊടുത്തു. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഡിഫോൾട്ട് ബുക്ക് ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്തു. അപ്പോൾ ആ ഡിഫോൾട്ട് ബുക്ക് ഇതിലെന്തുണ്ടോ, അതായത് നമ്മുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടോ അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, അതിന് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. അപ്പോൾ അതിന് നമ്മൾ ബുക്ക് സെയിം ക്ലാസ് നെയിം, എന്നിട്ട് ഒബ്ജക്റ്റ് നെയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെഫറൻസ് ആണ് അത് കൊടുത്തു, കസ്റ്റം ബുക്ക് എന്ന് കൊടുത്തു, ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ കേട്ടോ മക്കളെ. ഈക്വൽ ടു ന്യൂ ബുക്ക് എന്ന് കൊടുത്തു, ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് പാരാമീറ്ററൈസ്ഡ് ആണ്, പാരാമീറ്റേഴ്സ് ഉണ്ട്, പാസ് ചെയ്യണം. അവിടെ ആദ്യം എന്താണ് ടൈറ്റിലാണ് കിടക്കുന്നത്, ടൈറ്റിൽ എന്താണ് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കുക, അത് കൊടുത്തു. നെക്സ്റ്റ് ഓതറാണ് കിടക്കുന്നത്, ഓതറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ കറസ്പോണ്ടിങ് പ്രൈസാണ് അതും കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രിങ് ആണെങ്കിൽ ഡബിൾ കോട്ട്സ് കൊടുക്കുക, നമ്പേഴ്സ് അതിൻ്റെ അല്ലെങ്കിൽ ഡബിൾ ഒക്കെ ആണെങ്കിൽ അതിനെ കോഡ്സ് കൊടുക്കേണ്ട കാര്യമില്ല, അതെവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഡബിൾ ആയതുകൊണ്ട് ഡബിൾ വാല്യൂ തന്നെ കൊടുക്കുക, ഡബിൾ വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ എടുക്കുക കേട്ടോ. ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒബ്ജക്റ്റ് റെഫറൻസ് വെച്ചിട്ട് അതിനെ ഡിസ്പ്ലേ മെസ്സേജിനെ കോൾ ചെയ്തു. അപ്പോൾ കസ്റ്റം ബുക്ക് ഡോട്ട് ഡിസ്പ്ലേ കൊടുത്തു, ആ ഒബ്ജക്റ്റ് റെഫറൻസ് വെച്ചിട്ട് ആ ഡിസ്പ്ലേ മെത്തേഡിനെ കോൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വാല്യൂ പോയിട്ട് ആ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇവിടെ പോയി സെറ്റ് ചെയ്യും, ഇങ്ങോട്ട് പാസ്സാവും. അപ്പോൾ ടൈറ്റൻ്റെ ഉള്ളിൽ അവിടെ കൊടുത്തേക്കുന്നത് ആൽക്കെമിഡിസ്റ്റ് വരും, ഓതറിൽ പൈലോ വരും, അതിൻ്റെ പ്രൈസ് 499.99 തോന്നുന്നു, അതവിടെ വരും. എന്നിട്ട് ഇവിടെ വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി സേവ് ആവും. അപ്പോൾ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യും, ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഒബ്ജക്റ്റിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഡിസ്പ്ലേ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ അവിടുന്ന് ആ പ്ലസ് ടൈറ്റിൽ നിന്നുള്ള വാല്യൂസ് അവിടെ ഉണ്ടല്ലോ, ഓതറിൻ്റെ പേരും ടൈറ്റിലും പ്രൈസും ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ നമ്മൾ ജസ്റ്റ് ഓവറോൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തിയറി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാര്യമായിട്ട് നോക്കിയില്ല, നമ്മൾ പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നോക്കിയത്, പ്രോഗ്രാം ഓറിയൻറ്റഡ് തന്നെ പോയത്, പ്രോഗ്രാംസ് പറഞ്ഞ് തന്നെ പോയത്. ഓക്കെ, അത് നമ്മൾ നോക്കി. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. മോസ്റ്റ്ലി നമുക്ക് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, അത് മോസ്റ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അതിൽ ഒരു പ്രോഗ്രാം ചോദിക്കാം. അപ്പോൾ പ്രോഗ്രാം തന്നിട്ട് വേണമെങ്കിൽ ഔട്ട്പുട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ പ്രോഗ്രാം ചിലപ്പോൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്ത് മോസ്റ്റ്ലി ചോദിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഇപ്പം നമ്മൾ നോക്കിയ പോലെ നമുക്ക് ആട്രിബ്യൂട്ട് തരും, അതുപോലെ തന്നെ നമ്മളോട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറയും, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചേക്കുക. അതുപോലെ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ നമ്മുടെ ടൈപ്സ് ഉണ്ട്, ടൈപ്സ് ശ്രദ്ധിക്കാൻ നോക്കി വയ്ക്കുക. പിന്നെ ഊപ്സിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ ഇവിടെ പറഞ്ഞില്ല, തിയറിയാണ്, പക്കാ തിയറിയാണ്, നോക്കി വെച്ചേക്കുക. ആ കൺസെപ്റ്റെല്ലാം ഒന്ന് അറിഞ്ഞ് ക്ലിയർ ആയിട്ട് വെച്ചേക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക, എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. കീപ് വാച്ചിങ് വൺസ്. ഞങ്ങളുടെ ആപ്പിൽ ഫുൾ മൊഡ്യൂളും അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാൻ ആവശ്യമുള്ളവർ ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. താങ്ക് യു.